ഇനിയും നാട്ടുകാരുടെ കൈക്ക് പണി ഉണ്ടാക്കിയിട്ട് എന്തിനാടാ മെഡിക്കൽ ഷോപ്പിലും വർഗീസ് വൈദ്യനൊക്കെ കൊണ്ടുപോയി കാശ് കൊടുക്കുന്ന? പിന്നെ ഇവൾ എനിക്ക് ആരാണെന്നുള്ളതൊക്കെ ഇവക്കറിയാം. അതെ, നിന്റെ അടുത്ത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല, മനസ്സിലായ? നിവിനേട്ട എന്റെ കസിന, എന്റെ ഒപ്പം നിവിനേട്ട നിൽക്കേണ്ടത്. നിന്റെ കൂടെ എന്തിനാടാ ഞാൻ നിൽക്കുന്നത്? അല്ല, പെണ്ണുങ്ങളെ പറഞ്ഞു മയക്കിയിട്ട് എങ്ങോട്ടെങ്കിലും കൂട്ടിക്കൊണ്ടുപോകാനോ? അവിടെ ഇട്ട് അവരെ ഉപദ്രവിച്ചിട്ട് നീ ഒരു വലിയ സംഭവമാണെന്ന് ബോധ്യപ്പെടുത്താനോ? അതോ ഇതേപോലെ റോഡിൽ കൂടി മര്യാദയ്ക്ക് പോകുന്ന പെൺപിള്ളേരെ പേടിപ്പിച്ച് വീരനായകനാവാൻ? ആദ്യം നീ ആണുങ്ങൾക്ക് ചേർന്ന് എന്തെങ്കിലും പ്രവൃത്തി ചെയ്ത് കാണിക്കേ. അത് കഴിഞ്ഞ് ഞാൻ ആലോചിക്കാം നിന്റെ കൂടെ നിൽക്കണോന്ന്. പെണ്ണുങ്ങൾ അപമാനിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്നവനല്ലടാണ്, അവരെ ആശ്വസിപ്പിക്കുകയും ചേർത്ത് നിർത്തുകയും ചെയ്യുന്നവരാ. ഇതുകൊണ്ടൊക്കെ ആരെയും ശ്രദ്ധിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നുണ്ടെന്ന് നീ കരുതുന്നുണ്ടെങ്കിൽ അത് വെറുതെയാ. ദേ, നിന്റെ അച്ഛനെ പോലെ നിന്നെ എല്ലാവരും വെറുക്കും. ഇനി ഈ കുട്ടിയുടെ പിന്നാലെ നിന്റെ നിഴലെങ്കിലും കണ്ട അറിയാലോ നിനക്കെന്നെ. നിന്റെ ബൈക്കിൽ വലിഞ്ഞു കയറാനുള്ള ആരോഗ്യം കൂടി ബാക്കി വെക്കില്ല ഞാൻ. എടുത്തോണ്ട് പോടാ നിന്റെ പാട്ട വണ്ടി. യമുന, ഓക്കെ അല്ലേ? നിങ്ങള് കോളേജിൽ ഒരു ക്ലാസ്സിലല്ലേ? അവനെ കൊണ്ട് എപ്പോഴും ഉണ്ടോ ഈ ശല്യം? അന്നത്തെ സംഭവത്തിന് ശേഷം പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നതാ ഇപ്പോഴാ. അല്ല, എന്റെ നമ്പർ ഉണ്ടായിരുന്നില്ലേ? അവന്മാര് പിന്നാലെ വന്നപ്പോഴേ വിളിക്കാറുന്നില്ലേ? അപ്പോഴത്തെ ടെൻഷനില് ഞാൻ ഓർത്തില്ല നിവിനേട്ടാ. ഇതൊക്കെ ഓർക്കണം. ദേ, ഇനി എന്തേലും പ്രശ്നം ഉണ്ടായാ എന്നെ വിളിച്ചാൽ മതി, എവിടെ വെച്ചാണേലും. അല്ല, എന്നും ബസ്സിലാണല്ലോ കോളേജിൽ പോകുന്നത്, ഇന്നെന്താ സ്കൂട്ടറില്? എന്നും കാവേരി ചേച്ചി ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവിടുന്നേ. ഇന്നിപ്പോ ചേച്ചി എഴുന്നേക്കാൻ താമസിച്ചോണ്ടാ ഞാനിങ്ങ് പോകുന്നത്. എന്തുപറ്റി കാവേരിക്ക്? എന്തേലും വയ്യായികയാ? ഇന്നലെ ഉറങ്ങാൻ താമസിച്ചതുകൊണ്ടാ. എങ്കിൽ ശരി.